Hey guys, welcome back to Mehanu channel. അപ്പോൾ ഗൈസ് ഞാനിന്ന് വന്നത് എന്താ വെച്ചെങ്കിൽ ഞാൻ മീഷോന്ന് കുട്ടിക്ക് കുറച്ച് കോംബോ ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇതുപോലെ ഞാൻ പ്രസ് പമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് എക്സ്പീരിയൻസ് ചോദിച്ചു, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സെറ്റ് ഒരു ചെറിയ സിലിക്കോണിൻ്റെ ബ്രഷും അതുപോലെ ഈ നോസ് എന്തോ പേരുണ്ടല്ലോ, ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതുകൂടി വാങ്ങിച്ച സമയത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു അതിൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസ് എന്താ, അങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴഞ്ചമോ ഇതുപോലെ ഇടണ്ട, നേരത്തെ ഇടാം. അപ്പോൾ ആ ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ മൂക്കിൽ ഇപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപയോഗമുള്ള സാധനമാണ്. കാരണം ഇവന് ചെറുതായിരുന്ന സമയത്ത് ജലദോഷം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊന്ന് സ്ട്രെസ്സായിരുന്നു, കൊച്ചിന് ശ്വാസം കിട്ടാണ്ട്. അപ്പോൾ മൂക്കിയിട്ട് അത് എടുത്ത് കളഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിക്കാണ് അത് വാങ്ങിച്ചത്. ആ സമയത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വായ തന്നെ യൂസ് ചെയ്തിട്ടാണ് കൊച്ചിന് അങ്ങനെ ചെയ്തത്. നമുക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാനപ്പോൾ കുട്ടിക്ക് കുറച്ച് ഐറ്റംസ് ഇതുപോലെ കോംബോ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിവിടെ കൊടുക്കാം, പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് ഇടാം. അപ്പോൾ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, എങ്ങനെ നോക്കാം. പിന്നെ ടാഗ് എന്തെങ്കിലും ചെയ്തിടാം. ഇവിടെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അത് കോംബോ സെറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കോംബോ ഞാൻ ആക്കിയതാണ് ഇത്, 2 സിലിക്കോണിൻ്റെ സ്പൂൺ ഒരു കോംബോ. പക്ഷേ ഈ ഫസ്റ്റ് കാണിച്ച കോംബോയുടെ കൂട്ടത്തിൽ തന്നെ സ്പൂൺ വരുന്നതുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യുന്ന സാധനമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് ആക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ സിലിക്കോണിൻ്റെ സ്പൂണ് കാണിക്കാം. അത് 2 ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, ബ്ലൂ ആൻഡ് പർപ്പിൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാട്ടോ. കാരണം അവൻ ഉപയോഗിച്ച് തുടങ്ങി, ഞാൻ ഇത് യൂസ് ചെയ്തായിരുന്നു, 2 യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് കോംബോ വരുന്നത്, സിലിക്കോണിൻ്റെ തുമ്പത്തുള്ളത്. കുഴപ്പമില്ല, ഇതാകുമ്പോൾ നമുക്ക് കൊച്ചിൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് പേടിക്കണ്ട, മുറിയോന്നൊന്നും പേടിക്കണ്ട. മറ്റേതാണെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റീലും നമുക്ക് വായൻ്റെ ഉള്ളിലേക്ക് ഇട്ടെങ്കിൽ നമുക്ക് ടെൻഷനാവും, വായ മുറിയും. ഇപ്പോൾ സ്ഥിരം തന്നെ നമ്മൾ ഒരു സാധനം തന്നെ ഇങ്ങനെ കൊള്ളുമ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ പതിയെ അവിടെ വേദന ഒന്ന് തൊലി പോകാൻ ചാൻസ് ഉണ്ട്. റിസ്കിന് നിന്നില്ല. അതുവരെ ഞാൻ കൈ കൊണ്ടാണ് കൊടുത്തത്. സാധനം മിനിയാന്ന് എത്തിയിട്ടുള്ളൂ. മിനിയാന്ന് വന്നത്. അപ്പോഴത്തേന് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങി. അതാണ് ഒരു കോംബോ, സ്പൂണിൻ്റെ കോംബോ. പിന്നെ ഇപ്പുറത്തെ സെറ്റ് കോംബോ വരുന്നത് ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. ഇതാ ഫ്ലാസ്ക് പോലത്തെ വെള്ളവും പാലും ഒക്കെ നമുക്ക് നിറക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലാസ്ക് പോലത്തെ കുപ്പിയാണ്. പക്ഷേ ഇത് കുറച്ച് ലൂസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്, ചെറിയ ലൂസ് ഉണ്ട്. പിന്നെ അത് കുലുക്കുമ്പോഴൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്നൊരു നെഗറ്റീവ് സൈഡ്, നമ്മൾ നെഗറ്റീവും പറയണമല്ലോ. പിന്നെ വരുന്നത് ഇതെല്ലാം ഇല്ലേ, ഞാൻ പിങ്ക് അല്ല ആക്കിയത് സത്യം പറഞ്ഞെങ്കിൽ. അതിൽ ഫോട്ടോയിൽ നോക്കിയാൽ ബ്ലൂ ആണ്. പിന്നെ ഇങ്ങനെ നീക്കിയിട്ടാകുമ്പോൾ ഒരൈറ്റം മാത്രം ഓറഞ്ച് കളർ, അതിങ്ങനെ കടിക്കണ സാധനം. പക്ഷെ അത് കിട്ടിയേക്കുന്നത് മുന്തിരിയാണ്. ഈ മുന്തിരി വേണമെന്നായിരുന്നു ഓറഞ്ച് അതിൽ കാണിച്ചത്, പക്ഷേ മുന്തിരി കിട്ടി. പക്ഷേ ഇതെല്ലാം പിങ്ക് ആയിപ്പോയി. ഞാൻ ബ്ലൂ ആണ് അതിൽ അതാക്കിയത്. അപ്പോൾ എനിക്ക് കുറച്ച് നെഗടിഞ്ഞു. പിന്നെ വന്ന സാധനം റിട്ടേൺ കൊടുത്തില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ സ്പൂണിൻ്റെ സാധനം മാറ്റാൻ പറ്റും. നമുക്കിതിൽ കുറുക്കോ വെള്ളമോ കൊടുത്താൽ വെള്ളം സ്പീഡിൽ വരും. കുറുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിങ്ങനെ മൂടി വെക്കുന്നത് സ്പൂണിൻ്റെ ഉള്ളിൽ അങ്ങനെ അഴുക്കൊന്നും കയറാതിരിക്കാൻ ആയിരിക്കണം. പിന്നെ വരുന്നത് ഈ ഒരു സാധനം, ഇതും ബ്ലൂ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്, പക്ഷേ വന്നപ്പോൾ പിങ്ക് ആയിപ്പോയി. ഇതിൽ നമുക്ക് ഇതുപോലെ കുമ്മട്ടിയോ, അങ്ങനെ കുമ്മട്ടി മീൻസ് തണ്ണിമത്തൻ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാങ്ങ ഒക്കെ ഇട്ട് കൊടുത്തെങ്കിൽ ഇതിങ്ങനെ അടക്കാം കേട്ടോ, എന്തെങ്കിലും സ്ട്രിപ്പുകൾ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തെങ്കിൽ കൊച്ചുങ്ങൾ വായിലിട്ടിട്ട് ചപ്പി അതിൻ്റെ നീര് മാത്രം കൊടുക്കും. മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം, നീര് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ പോവില്ല അകത്തേക്ക്. പൂമ്പട്ടിയിൽ നമുക്ക് കുരുവൊക്കെ ഉണ്ടാവും. ഇത് നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണെന്ന് തോന്നി. ഓക്കെ, പിന്നെ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണുള്ള കോംബോ വരെ ക്യാൻസൽ ചെയ്തത്. കാരണം ഇത് ആവശ്യമാണ്, കാരണം സ്റ്റീലിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ഇളക്കണ്ടേ, അതിന് ഇത് ആവശ്യമാണ്. ഇത് ഇവിടെ വരുന്നത് പ്ലാസ്റ്റിക് ആണോ സിലിക്കോണോ, നല്ല കട്ടിയുണ്ട്. ഇവിടെ സിലിക്കോണാണ്, നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തായിരുന്നു, ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ഉപകാരമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ വരുന്നത് ബിബ്. ഇത് ബിബ് എന്നല്ലേ പറയണം. ഇതിട്ടിട്ടില്ല, ഇത് അലക്കിയിട്ടുള്ളൂ, ഇത് ഉണങ്ങിയിട്ടില്ല. വാഷിംഗ് മെഷീനിൽ നിർത്തുന്നുണ്ടോ. ഇത്
പിങ്കാട്ടോ വീഡിയോയിൽ ഭയങ്കര ലൈറ്റല്ല, ഇത് നല്ല പിങ്ക്, ഒരു പിങ്കാണ്. ഇതിലെന്താ പീച്ച് കളറൊന്നും ഇരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അത് നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു ഓറഞ്ചിൻ്റെ മുന്തിരിയാണ്. ഞാൻ കടിക്കാൻ പിള്ളേർക്ക് പല്ലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കടിക്കുന്നത് നല്ലതാണല്ലോ. നല്ലതെന്നല്ല, അവർക്കൊരു തരിതരിപ്പിന്, അല്ലെങ്കിൽ കിട്ടിയതെല്ലാം കടിക്കുന്നതാകുമ്പോൾ കടിച്ചുകൊണ്ട് അവിടെ നിന്നോളും. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേതിൻ്റെ കോമ്പോ ബ്രെന്നോളത്തൊരു ബ്രഷ്, കുഞ്ഞു ബ്രഷ്, ഇത് കുഞ്ഞു പല്ലൊക്കെ വരുമ്പോൾ തേച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് കേട്ടോ. വാവ് നല്ല സോഫ്റ്റ്. പിന്നെ ഇത് നാക്കൊടിക്കുന്നു, ടങ് ക്ലീനറിൻ്റെ ഇതാകുമ്പോൾ ഇതാണ് അപ്പോൾ കോമ്പോയിൽ വരുന്ന ഐറ്റം. പക്ഷെ ആ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരുപാടുള്ള പോലെ, സാധനം വന്ന് തുറന്നപ്പോൾ കുറേ ഉള്ള പോലെ, പക്ഷെ ഇപ്പോൾ കുറച്ചുള്ള പോലെ. അങ്ങനെയാണ് കേസ്. നമുക്കപ്പോൾ ഈ ഓരോ സാധനങ്ങൾ വെച്ച് കാണിക്കുന്നതിലും എളുപ്പമല്ല, നമുക്ക് ലാഭം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒരുമിച്ചുള്ള പ്രൊഡക്ട്സ് കാണിക്കുന്നതാണ്. കാരണം ഒറ്റക്കുള്ള പ്രൊഡക്ട്സ് നല്ല റേറ്റ് ആവും. ഇപ്പോൾ ഈ സ്പൂണ് 2 തന്നെ 70-80 അടുത്താണ് വന്നത്. അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലായിരുന്നെങ്കിൽ അത്ര റേറ്റ് ഉള്ളൂ. പക്ഷേ ഈ ബ്രഷ് വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വാങ്ങിക്കലേ ഇല്ല. ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് കുറഞ്ഞത് തന്നെ നല്ലതായിരിക്കും. എല്ലാം സിലിക്കോൺ മെറ്റീരിയൽ തന്നെയല്ലേ. പിന്നെ ഈ പാമ്പേഴ്സും ഇതൊക്കെയാണ്, ഡയപ്പേഴ്സാണ് ഇപ്പോൾ റേറ്റ് കുറഞ്ഞത് യൂസ് ചെയ്തെങ്കിൽ ഭയങ്കര ഷോക്കാവുള്ളൂ. കുട്ടിയിട്ട് വന്നിരിക്കുന്ന അത് ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മുന്നേ എടുത്തത്. സോ അപ്പം അതിന് ശേഷം എടുത്ത വീഡിയോ ആണത്. അപ്പോൾ അത് വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നോക്കാം അങ്ങനെയാണ്. അപ്പോൾ അതിൽ നോക്കി നോക്കും. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടത് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഇപ്പോൾ കുറച്ച് തുടച്ചളഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ പുട്ടിയിട്ട പോലെ ഇരിക്കണം. എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടതിനെ പുട്ടിയിട്ട പോലത്തെ ഒരു ഫീലാണ്. പുറത്തുനിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇട്ട് തന്നിട്ട് നമുക്ക് മേക്കപ്പ് ഇട്ട പോലെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു മേക്കപ്പ്. സോ ഒരു കംഫർട്ടില്ല അതാ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ ലൈവിൽ ഇൻട്രൊഡ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് കുറേ പേർക്ക് ബേബീസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, കുറേ ബേബീസിൻ്റെ ഇതൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട്, സോളിഡ് ഫുഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സോളിഡ് ഫുഡ്സിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എൻ്റെ വീഡിയോസ് അപ്പോൾ വരുമ്പോൾ. അങ്ങനെ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.